ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. 5ാം ക്ലാസ്സിലെ ബേസിക് സയൻസിലെ അഥവാ അടിസ്ഥാന ശാസ്ത്രത്തിലെ 4ാമത്തെ യൂണിറ്റ് ആയിട്ടുള്ള ജീവനുള്ള വിത്തുകൾ എന്ന പാഠഭാഗമാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത്. അപ്പോൾ ഇതുവരെയുള്ള 3 യൂണിറ്റും അതിൻ്റെ എക്സ്പ്ലനേഷനും ആക്ടിവിറ്റീസും നോട്ട്സും എല്ലാം നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ ബാക്കിയുള്ള സബ്ജക്റ്റുകളും ചെയ്തിട്ടുണ്ട്. ഇനി എക്സാം റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസും നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും ആവശ്യമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകരുത്. ഓക്കെ, അപ്പോൾ നമുക്ക് 4ാമത്തെ യൂണിറ്റിലേക്ക് കടക്കാം. റെഡിയാണോ? 4ാമത്തെ യൂണിറ്റ് ജീവനുള്ള വിത്തുകൾ. ഓക്കെ, വിത്തുകളുടെ ജീവനെ കുറിച്ചിട്ടാണ് പറയുന്നത് അല്ലേ. രാജാവിന് നാട്ടിലെ കുട്ടികളുടെ സത്യസന്ധത പരിശോധിക്കണമെന്ന് തോന്നി. ഒരു ദിവസം രാജാവ് കുട്ടികളെയെല്ലാം രാജകൊട്ടാരത്തിൽ വിളിച്ചുകൂട്ടി. എല്ലാവർക്കും വിത്തുകൾ നൽകി. ഈ വിത്ത് മുളപ്പിച്ച് 3 മാസം കൊണ്ട് ചെടിയാക്കി കൊണ്ടുവരുന്നവർക്ക് വിലയേറിയ സമ്മാനങ്ങൾ നൽകുമെന്ന് പ്രഖ്യാപിച്ചു. കുട്ടികളുടെ കൂട്ടത്തിൽ കർഷക ബാലനായ പിങ്ങും ഉണ്ടായിരുന്നു. അവൻ വിത്തുകൾ ചട്ടിയിലെ മണ്ണിൽ കുഴിച്ചിട്ട് വെള്ളമൊഴിച്ച് പരിപാലിച്ചിട്ടും വിത്ത് മുളച്ചില്ല. 3 മാസം കഴിഞ്ഞ് കുട്ടികളെല്ലാം പൂത്ത ചെടികളുമായി കൊട്ടാരത്തിലെത്തി. കാലി ചട്ടിയുമായി കൊട്ടാരത്തിലെത്തിയ പിങ്ങിനെ അവരെല്ലാം കളിയാക്കി. രാജാവ് ഓരോരുത്തരുടെയും ചെടികൾ പരിശോധിച്ചു. പിങ്ങിന്റെ അടുത്തെത്തിയപ്പോൾ രാജാവിന് സന്തോഷമായി. രാജാവ് പറഞ്ഞു, ഇവനാണ് വിജയ്. ജീവനുള്ള വിത്തുകളെ മുളക്കുകയുള്ളൂ. ഞാൻ നിങ്ങൾക്ക് തന്നത് ജീവനില്ലാത്ത വിത്തുകളായിരുന്നു. അപ്പം നമുക്ക് ഇതിൽ നിന്ന് എന്താ മനസ്സിലായത്? ഈ ജീവനുള്ള വിത്ത് മാത്രമേ മുളക്കുള്ളൂ എന്നൊരു കാര്യം മനസ്സിലായി. അതുപോലെ തന്നെ സത്യസന്ധത എന്ന് പറയുന്നത് ഏറ്റവും വലിയ ഒരു മൂല്യമുള്ളതാണെന്ന് നമുക്കിതിലൂടെ മനസ്സിലായി. പിങ്ങിന്റെ കഥ വായിച്ചല്ലോ. ജീവനുള്ള വിത്തുകളെ മുളക്കുകയുള്ളൂ അല്ലേ. ചെറിയ വിത്തിനുള്ളിലെ ജീവൻ വളർന്നല്ലേ വൻമരങ്ങൾ വരെ ഉണ്ടാകുന്നത്. ശരിയാണല്ലേ. നിങ്ങളുടെ പ്രദേശത്ത് ലഭ്യമായ പലതരം വിത്തുകൾ ശേഖരിക്കൂ. വിത്തുകൾ ക്ലാസ്സിൽ പ്രദർശിപ്പിച്ച് അവയുടെ സവിശേഷതകൾ എന്തെല്ലാമാണെന്ന് എഴുതൂ. ചെടിയുടെ നിറം, പേര്, നിറം, വലിപ്പം, ആകൃതി, മറ്റു പ്രത്യേകതകൾ, ഇതൊക്കെയാണ് നിങ്ങൾ എഴുതേണ്ടത്. അപ്പോൾ ഇവിടെ 2 ചെടിയുടെ കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തരാം. ഒന്നാമത്തെ ചെടിയുടെ പേര് ആപ്പിൾ. അതിൻ്റെ നിറം എന്ന് പറയുന്നത് ബ്രൗൺ ആണ്. വലുപ്പം എന്ന് പറയുന്നത് ചെറുതാണ്. ആകൃതി എന്ന് പറയുന്നത് കണ്ണുനീര് പോലെയുള്ള ആകൃതിയാണ്. മറ്റു പ്രത്യേകതകൾ എന്നുള്ളിടത്ത് നമുക്ക് മിനുസമുള്ള ഉപരിതലമാണെന്ന് എഴുതാം. ഇനി മറ്റൊരു ചെടിയാണ് മാവ്. അതിൻ്റെ നിറം എന്ന് പറയുന്നത് എങ്ങനെയാണ്? നേരിയ ബ്രൗൺ നിറമാണ്. വലുപ്പം എന്ന് പറയുന്നത് വലുതാണ്. ആകൃതി എന്ന് പറയുന്നത് ഓവൽ ആകൃതിയിലുള്ളതാണ് അല്ലേ. അതിൻ്റെ വിത്ത്. ഇനി മറ്റു പ്രത്യേകത എന്നുള്ളിടത്ത് പരുക്കമുള്ള ഉപരിതലം എന്നും എഴുതാം. അപ്പോൾ ഇത്തരത്തിൽ നിങ്ങൾ വിത്ത് ശേഖരിച്ച് ഇതുപോലെയുള്ള അറിവുകളൊക്കെ നിങ്ങൾ മനസ്സിലാക്കി വെക്കണം. ജീവനുള്ളവയാണെങ്കിൽ പോലും മണ്ണിൽ കുഴിച്ചിടുന്ന എല്ലാ വിത്തുകളും മുളക്കാറുണ്ടോ? ഇല്ല അല്ലേ. ജീവനുണ്ടെങ്കിൽ മാത്രമേ മുളക്കുള്ളൂ. അത് മാത്രമല്ല, ജീവനുണ്ടെങ്കിൽ പോലും അതിന് കിട്ടുന്ന ബാക്കിയെല്ലാം കിട്ടിയാൽ മാത്രമേ അത് മുളക്കുകയുള്ളൂ. എന്തുകൊണ്ടാണ് എല്ലാ വിത്തുകളും മുളക്കാത്തത്? കാരണം എന്താണ്? വിത്തുകൾ മുളക്കാൻ വിത്തിന്റെ ഗുണം മാത്രമല്ല വേണ്ടത്, ബാക്കിയുള്ള കാര്യങ്ങൾ കൂടെ നമുക്ക് ആവശ്യമുണ്ട്. വിത്തുകൾ മുളപ്പിച്ചു നോക്കാം. വിത്ത് മുളക്കാൻ ഏതെല്ലാം ഘടകങ്ങൾ ആവശ്യമാണ്? നിങ്ങളുടെ ഊഹം എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. വെള്ളം ആവശ്യമാണല്ലേ. പിന്നെ എന്ത് വേണം? പിന്നെ നമുക്ക് മണ്ണ് ആവശ്യമാണ് അല്ലേ. നിങ്ങളുടെ ഊഹം വെച്ചിട്ട് നിങ്ങൾക്ക് എഴുതാൻ വേണമെങ്കിൽ വെള്ളം, മണ്ണ്, വായു, വിത്ത്, ഗുണമേന്മയുള്ള വിത്ത് എന്നൊക്കെ നിങ്ങൾക്ക് എഴുതി കൊടുക്കാം. നിങ്ങളുടെ ഊഹം ശരിയാണോ എന്ന് എങ്ങനെ കണ്ടെത്തും? ഇത് കണ്ടെത്താൻ ഒരു പരീക്ഷണം ചെയ്തു നോക്കൂ. ഒരു ഗ്ലാസ്സിൽ അല്പം നനഞ്ഞ മണ്ണെടുത്ത് ഏതാനും പയർ വിത്തുകൾ അതിൽ ഇടുക. പ്രകാശം ലഭിക്കുന്ന സ്ഥലത്ത് വെക്കുക. നനവ് നിലനിർത്താനായി ആവശ്യമായ തോതിൽ വെള്ളം നൽകണം. എല്ലാ ദിവസവും നിരീക്ഷിക്കുക. ഇവിടെ ഏതെല്ലാം ഘടകങ്ങളാണ് വിത്തിന് ലഭിച്ചത് എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. അപ്പോൾ ഈ പാഠഭാഗം എന്ന് പറയുന്നത് കൂട്ടുകാർ സ്വയം ചെയ്യേണ്ട ഒരുപാട് പരീക്ഷണങ്ങളാണ് ഇതിലുള്ളത്. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും മണ്ണ്, ജലം, വായു, സൂര്യപ്രകാശം എന്നിവയെല്ലാം വിത്ത് മുളക്കാൻ ആവശ്യമാണെന്ന് നമുക്ക് മനസ്സിലാവും. ഇനി വിത്ത് മുളക്കാൻ ഈ ഘടകങ്ങളെല്ലാം ആവശ്യമുണ്ടോ എന്നും നമുക്ക് വീണ്ടും തിരിച്ചറിയൽ നടത്തേണ്ടതുണ്ട്. കാരണം ഇതിലെ എല്ലാ സാധനങ്ങളും നമുക്ക് അത്രയും ആവശ്യമായിട്ടുള്ളതൊന്നുമല്ല. അപ്പോൾ അതിനെന്തൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടത് എന്നാണ് പറയുന്നത്. ഒന്നാമത്തത് നമ്മൾ നോക്കുന്നത് വിത്ത് മുളക്കാൻ മണ്ണ് ആവശ്യമുണ്ടോ എന്നുള്ളതാണ്. വിത്ത് മുളക്കാൻ മണ്ണ് ആവശ്യമുണ്ടോ എന്ന് എങ്ങനെ നമ്മൾ കണ്ടെത്തും? എങ്ങനെയാണ്? മണ്ണില്ലാതെ പച്ച വിത്ത് മുളക്കുമോ എന്ന് പരിശോധിച്ചാൽ മതി അല്ലേ. അപ്പം എന്ത് ചെയ്യണം? അതിന് ഒരു ചില്ല് ഗ്ലാസ്സിൽ നനഞ്ഞ പഞ്ഞിയെടുത്ത് അതിനുള്ളിൽ വിത്ത് വെച്ച് നോക്കൂ. അപ്പം നിങ്ങൾ ഇതുപോലെ ചിത്രത്തിൽ കാണുന്നില്ലേ, ഒരു പഞ്ഞിയോ അല്ലെങ്കിൽ ഒരു ടിഷ്യൂ പേപ്പറോ എടുത്ത് അത് നനച്ച് അതിനുള്ളിൽ വിത്ത് വെച്ച് നോക്കുക. ഏതെല്ലാം ഘടകങ്ങളാണ് വിത്തിന് ലഭിക്കുന്നത്? അവിടെ എന്തൊക്കെയാണ്? വെള്ളം ലഭിക്കുന്നുണ്ട്, അതുപോലെ തന്നെ സൂര്യപ്രകാശവും ലഭിക്കുന്നുണ്ട് അല്ലേ. ഈ 2 കാര്യങ്ങൾ മാത്രമേ ലഭിക്കുന്നുള്ളൂ. ഇനി ഏതെല്ലാം ഘടകങ്ങളാണ് വിത്തിന് ലഭിക്കാത്തത്? മണ്ണ് ലഭിക്കുന്നില്ല. പിന്നെന്താ ലഭിക്കാത്തത്?
മണ്ണ് മാത്രം ലഭിക്കുന്നില്ല അല്ലെ, ബാക്കിയെല്ലാം ലഭിക്കുന്നുണ്ട്. സൂര്യപ്രകാശം ലഭിക്കുന്നുണ്ട്, വെള്ളം ലഭിക്കുന്നുണ്ട്, ഗുണമേന്മയുള്ള വിത്തുമാണ്. അപ്പോൾ വിത്തിന് ലഭിക്കുന്ന ഘടകങ്ങൾ ഏതൊക്കെയാണ്? ജലം, വായു, സൂര്യപ്രകാശം. ഇതൊക്കെ ലഭിക്കുന്നുണ്ട്. ലഭിക്കാത്തത് മണ്ണാണ്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലായി മണ്ണ് വിത്ത് മുളക്കാൻ ആവശ്യമില്ല എന്ന് മനസ്സിലായി. ഇനി നമ്മൾ നോക്കേണ്ടത് വിത്ത് മുളക്കാൻ ജലം ആവശ്യമുണ്ടോ എന്നാണ് അടുത്തതായിട്ട് നോക്കുന്നത്. വിത്ത് മുളക്കാൻ ജലം ആവശ്യമുണ്ടോ എന്ന് എങ്ങനെ കണ്ടെത്തും? എന്താ ചെയ്യേണ്ടത്? ഏത് ഘടകം ലഭ്യമാകാതെയാണ് പരീക്ഷണം ചെയ്യേണ്ടത്? പരീക്ഷണം ആസൂത്രണം ചെയ്യും. അപ്പം നമ്മൾ ചെയ്യേണ്ടത് ഇതുപോലെ തന്നെ ഒരു മണ്ണെടുക്കുക, കുറച്ച് മണ്ണെടുക്കുക, എന്നിട്ട് അതിൽ കുറച്ച് വിത്ത് മാത്രം ഇട്ട് നോക്കുക, വെള്ളമൊന്നും ഒഴിക്കരുത്. അപ്പം നിങ്ങൾക്ക് അവിടെ മനസ്സിലാക്കാൻ സാധിക്കും വിത്ത് മുളക്കാൻ ജലം ആവശ്യമുണ്ടോ എന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. ഇനി അടുത്തതായിട്ട് നമ്മൾ നോക്കേണ്ടത് വിത്ത് മുളക്കാൻ സൂര്യപ്രകാശം ആവശ്യമുണ്ടോ എന്നുള്ളതാണ്. വിത്ത് മുളക്കാൻ സൂര്യപ്രകാശം ആവശ്യമുണ്ടോ എങ്ങനെ കണ്ടെത്തും? ഇവിടെ നമ്മൾ സൂര്യപ്രകാശത്തെ ഒഴിവാക്കിയാൽ മതി. അപ്പം എന്താ ചെയ്യേണ്ടത്? ഇതുപോലെ സുതാര്യമായ ഒരു ഗ്ലാസ്, ഒരു സ്റ്റീൽ ഗ്ലാസ് എടുത്തിട്ട് അതിൽ കുറച്ച് വിത്തും കുറച്ച് വെള്ളവും കൂടെ, അതുപോലെ നമ്മൾ നേരത്തെ ചെയ്ത പോലെ ഒരു ടിഷ്യൂ പേപ്പറോ പഞ്ഞോ എടുത്തിട്ട് അതിൽ കുറച്ച് വെള്ളമാക്കിയിട്ട് അതിൽ വിത്തും കൂടെ ഇട്ട് വെച്ച് കൊടുക്കുക. എന്നിട്ട് നിങ്ങൾ നോക്കൂ അത് മുളക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത്. അപ്പം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും വിത്ത് മുളക്കാൻ സൂര്യപ്രകാശം ആവശ്യമുണ്ടോ എന്ന് മനസ്സിലാക്കാം. ഇനി പരീക്ഷണം ചെയ്യാം. ഇതുവരെ ആസൂത്രണം ചെയ്ത പരീക്ഷണങ്ങൾ ചെയ്തു നോക്കാം. ഒരു ഗ്ലാസ്സിൽ മണ്ണ്, വായു, ജലം, സൂര്യപ്രകാശം എന്നിവ ലഭിക്കുന്ന വിധം ചെറുപയർ വിത്ത് വെക്കുക. മറ്റു 3 ഗ്ലാസ്സിൽ മണ്ണ്, ജലം, സൂര്യപ്രകാശം എന്നിവയിൽ ഓരോന്ന് ലഭിക്കാത്ത വീതം ഇട്ട് വെക്കുക. എന്നിട്ട് നിങ്ങളുടെ നിരീക്ഷണമാണ് ഈ ഒരു ടേബിളിൽ നിങ്ങൾ എഴുതേണ്ടത്. ഒന്നാമത്തെ ദിവസം എന്താണ്? ഗ്ലാസ് 1, ഗ്ലാസ് 2, ഗ്ലാസ് 3, ഗ്ലാസ് 4. രണ്ടാമത്തെ ദിവസം, മൂന്നാമത്തെ ദിവസം, നാലാമത്തെ ദിവസം. ഓരോ ദിവസവും എന്തൊക്കെയാണോ സംഭവിച്ചത് എന്ന് നിങ്ങളിവിടെ ഒന്ന് എഴുതി കൊടുക്കുക. ഇനി ഓരോ ദിവസത്തെ നിരീക്ഷണം ശാസ്ത്ര പുസ്തകത്തിൽ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. വിത്ത് മുളക്കാൻ ഏതെങ്കിലും ഘടകങ്ങൾ വേണമെന്നാണ് കണ്ടെത്തിയത്. നിങ്ങൾ ക്ലാസ്സിൽ അവതരിപ്പിക്കൂ. അപ്പോൾ ഇതിലൂടെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും എന്തൊക്കെ വേണം വിത്ത് മുളക്കാൻ ആവശ്യമായിട്ടുള്ളത് എന്ന്. അതോ ഇതിലെ എല്ലാ ഘടകങ്ങളും ആവശ്യമായിട്ടുണ്ടോ എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. ഇനി വിത്ത് മുളക്കാൻ ജലം ആവശ്യമാണെന്നാണ് നമ്മൾ ഇതൊക്കെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. ജലം ആവശ്യമാണെന്ന് മനസ്സിലാക്കാൻ പറ്റും. എന്നാൽ മണ്ണ്, സൂര്യപ്രകാശം എന്നീ ഘടകങ്ങൾ ആവശ്യമില്ല. ജലത്തിന് പുറമെ വായു, അനുയോജ്യമായ താപനില എന്നിവയും വിത്ത് മുളക്കാൻ ആവശ്യമാണ്. വ്യത്യസ്ത വിത്തുകൾ മുളക്കാനെടുക്കുന്ന സമയവും അനുയോജ്യമായ താപനിലയും വ്യത്യസ്തമാണ്. എല്ലാ വിത്തും ഒരേപോലെ ഒരേ സമയത്ത് മുളക്കൊന്നുമില്ല. ഓരോ വിത്ത് മുളക്കാനും അതിൻ്റെതായ സമയം എടുക്കും എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇനി അടുത്തത് നമ്മൾ നോക്കുന്നത് വിത്തിനുള്ളിലെ ജീവൻ എന്നുള്ള ഭാഗമാണ്. ഇവിടെ ഒരു പയർ വിത്താണ് വിത്ത് മുളക്കാൻ വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത്. അപ്പം പയർ വിത്ത് മണ്ണിൽ അതിന് കൊടുക്കേണ്ട എല്ലാ ജലവും സൂര്യപ്രകാശവും എല്ലാം കിട്ടുന്ന രീതിയിലുള്ള ഒരു വിത്ത് മുളപ്പിക്കലാണ്. അപ്പം ആദ്യം വിത്തിട്ടു. പിന്നെ ആദ്യം വരുന്നത് എന്താണ്? ബീജമൂലമാണ് വരിക, അഥവാ റാഡിക്കിളാണ് ആദ്യം വരുന്നത്. അത് താഴേക്ക് പോകും. പിന്നെ അത് എന്ത് ചെയ്യും? അത് പിന്നെ ഒന്നും കൂടെ വലുതായി മുകളിലേക്ക് വരുന്ന ഭാഗത്തെയാണ് നമ്മൾ ബീജപത്രം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ആദ്യം ബീജമൂലം വരും, പിന്നെ ബീജപത്രം വരും, പിന്നെ അടുത്തതായിട്ട് വരുന്നത് എന്താണ്? പിന്നെ തണ്ടൊക്കെ വരുമ്പോൾ അതിനെ ബീജശീർഷം എന്ന് പറയും, ബീജശീർഷം എന്നും പറയും. അപ്പൊ ഈ രീതിയിലാണ് നമ്മൾ സാധാരണ ഒരു വിത്ത് മുളക്കുന്ന പ്രോസസ്സ് നടന്നു പോകുന്നത്. എങ്ങനെയാണ് കൂട്ടുകാർക്ക് ഒരു വിത്ത് മുളക്കുന്നത് എന്ന് മനസ്സിലായില്ലേ? ഇനി 5 ദിവസം കൊണ്ട് വിത്തിന് വരുന്ന മാറ്റങ്ങൾ പട്ടികയിൽ രേഖപ്പെടുത്തു എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ നേരത്തെ എടുത്ത ആ വിത്തില്ലേ, അതിന്റെ മാറ്റങ്ങൾ നിങ്ങൾ ഇവിടെ എഴുതിയാൽ മതി. വിത്തിന്റെ വലുപ്പം എങ്ങനെയാണ്, വിത്തിന്റെ പുറന്തോടിൽ എന്താണ് വരുന്നത്, വിത്തിൽ നിന്ന് മുളച്ച് താഴേക്ക് വരുന്ന ഭാഗം അഥവാ ബീജമൂലം എങ്ങനെയാണ്, 1-ാം ദിവസം, 2-ാം ദിവസം, 3-ാം ദിവസം, 4-ാം ദിവസം, 5-ാം ദിവസം വരെ നിങ്ങൾ എഴുതണം. അതുപോലെ തന്നെ ബീജശീർഷം എങ്ങനെയാണ്, ബീജപത്രം എന്നാണ്, ഇതൊക്കെ നിങ്ങളായിട്ട് ഇതുപോലെ ഒരു പയർ വിത്ത് മുളപ്പിച്ചിട്ട് അതുപോലെ എഴുതി കൊടുക്കുകയാണ് വേണ്ടത്. ഓക്കെ, ഇനി രേഖപ്പെടുത്തലുകൾ ശാസ്ത്ര പുസ്തകത്തിൽ ചിത്രീകരിക്കൂ എന്ന് പറയുന്നുണ്ട്. വിത്ത് മുളച്ച ശേഷം നന്നായി വളരുന്നത് ഏത് ഗ്ലാസ്സിലെ ചെടിയിലാണ് ഏറ്റവും നന്നായി വളരുന്ന ചെടിക്ക് ഏതെല്ലാം ഘടകങ്ങളാണ് ലഭിച്ചത്? അപ്പം നമ്മൾ 4 ഗ്ലാസ്സാണ് നമ്മൾ എടുത്തിട്ടുള്ളത് അല്ലേ? അതിൽ ഏത് ഗ്ലാസ്സിലെ ചെടിയാണ് ഏറ്റവും നന്നായി വളരുന്നത്? അപ്പം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും എന്തൊക്കെയാണ് ശരിക്കും ഒരു ചെടിക്ക് വളരാൻ ആവശ്യമായിട്ടുള്ള ഘടകങ്ങളെന്ന്. സൂര്യപ്രകാശം വേണം, വായു വേണം, മണ്ണ് വേണം, പിന്നെ താപനില വേണം, അതുപോലെ തന്നെ ജലവും വേണം. ഇത്രയും കാര്യങ്ങൾ ശരിക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഒരു ചെടി നന്നായിട്ട് വളരാൻ വേണ്ടി കഴിയും. ഓക്കെ, ഇനി എന്താണ് ഹൈഡ്രോപോണിക്സ് എന്നാണ് പറയുന്നത്. മണ്ണില്ലാതെയും സസ്യങ്ങൾ വളർത്തുന്ന നൂതന രീതിയാണ് ഹൈഡ്രോപോണിക്സ്. ഈ കൃഷിരീതിയിൽ മണ്ണിന് പകരം പോഷകലായനിയിൽ സസ്യങ്ങൾ വളർത്തുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് ഇന്ന് നൂതനമായിട്ടുള്ള ഒരു രീതിയാണ് ഹൈഡ്രോപോണിക്സ് എന്ന് പറയുന്നത്. ഇതിലെന്താണ്? മണ്ണുണ്ടാവില്ല, പക്ഷേ പകരം അതിലെന്താണ്? ഒരു പോഷക ലായനി നമ്മൾ ചേർക്കും. ആ ലായനിയിൽ നിന്ന് നല്ല പോഷകങ്ങൾ കിട്ടിയ ചെടി വളരുകയാണ് ചെയ്യുന്നത്.
ഇനി ചെടികൾ ആഹാരം നിർമ്മിക്കുന്നത് ഇലകളിലാണല്ലോ. വിത്ത് മുളച്ച് ഇലയുണ്ടാകുന്നത് വരെ ചെടിക്കുള്ള ആഹാരം ലഭിക്കുന്നത് ബീജപത്രത്തിൽ നിന്നാണ്. പയർ വിത്തിന് എത്ര ബീജപത്രമാണുള്ളത്? ചെടി വളരും തോറും ബീജപത്രത്തിന് വരുന്ന മാറ്റം നിങ്ങൾ നിരീക്ഷിച്ചില്ലേ? അപ്പൊ ഇവിടെ ഇതാണ് ബീജപത്രം എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ പയറിന് ബീജപത്രം എന്ന് പറയുന്നത് എന്താണ്? 2 ഇതായിട്ടാണ് പോകുന്നത്. ഒരു ബീജപത്രമാണ് ഉള്ളത്. ഇവിടെ ചോളമാണെങ്കിലോ ചോളത്തിനും ഒരു ബീജപത്രമാണ്. കണ്ടോ, അടുത്തത് എന്താണ്? ഇതിന്റെ ഈ സാധനം ബീജപത്രം എന്ന് അടയാളപ്പെടുത്തിയിരിക്കുന്നതാണ്. അടുത്തത് ബീജാന്നമാണ്. ഓക്കെ, ബീജാന്നമാണ് അടുത്തതായിട്ടുള്ളത്. ഇനി ചോളത്തിലെ ബീജപത്രം നോക്കൂ. പയർ വിത്തിലേതുപോലെ 2 ബീജപത്രങ്ങൾ ചോളത്തിൽ കാണുന്നുണ്ടോ? ഇല്ല അല്ലേ. പയർ വിത്ത് നമ്മൾ മുളച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം അതിങ്ങനെ പൊട്ടി 2 ഭാഗത്തേക്കായിട്ട് ബീജപത്രം പോവുകയാണ് ചെയ്യുന്നത്. ചോളത്തിൽ ഒരു ബീജപത്രമാണുള്ളത്. ബീജപത്രത്തോട് ചേർന്ന് കാണുന്ന ഭാഗമാണ് ബീജാന്നം എന്ന് പറയുന്നത്, എൻഡോസ്പേം എന്ന് പറയുന്നത്. ഒരു ബീജപത്രം മാത്രമുള്ള സസ്യങ്ങളിൽ വിത്ത് മുളച്ച് ഇലയുണ്ടാകുന്നത് വരെ ചെടിക്കുള്ള ആഹാരം ലഭിക്കുന്നത് ഈ ബീജാന്നത്തിൽ നിന്നുകൂടിയാണ്. ഓക്കെ, ഇനി വിത്ത് മുളക്കുമ്പോൾ വരുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണ്? പുളിങ്കുരു, ചക്കക്കുരു, കശുവണ്ടി, നെല്ല്, ചോളം തുടങ്ങിയ വിത്തുകൾ മുളപ്പിച്ചു നോക്കൂ. വിത്ത് മുളക്കുമ്പോൾ അതിനുണ്ടാകുന്ന മാറ്റങ്ങൾ നിരീക്ഷിക്കാനാണ് പറയുന്നത്. അപ്പോൾ അവിടെ എന്താണ് സംഭവിക്കുന്നത്? നമുക്കറിയാം, ഇതൊക്കെ മുളക്കുമ്പോൾ ഈ പയർ വിത്ത് പോലെ തന്നെ 2 ബീജപത്രമായിട്ട് മാറുന്നതായിട്ട് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. ഹാൻഡ് ലെൻസ് ഉപയോഗിച്ച് മുളവന്ന വിത്തുകളെ സൂക്ഷ്മമായി നിരീക്ഷിക്കൂ. സാവധാനം വിത്ത് പൊളിച്ചു നോക്കി ബീജപത്രം, ബീജാന്നം എന്നിവ ശാസ്ത്ര പുസ്തകത്തിൽ എഴുതാനാണ് പറയുന്നത്. ഇനി എന്താണ് വിത്ത് മുളക്കൽ? സീഡ് ജെർമിനേഷൻ എന്താണെന്ന് കൊടുത്തിട്ടുണ്ട്. വിത്ത് കുതിർന്ന് പുറന്തോട് പൊട്ടുന്നു. ആദ്യം ബീജമൂലവും പിന്നീട് ബീജശീർഷവും പുറത്തു വരുന്നു. ബീജമൂലം ചെടിയുടെ വേരായി മാറുന്നു. ബീജശീർഷം തണ്ടും ഇലയുമായി മാറുന്നു. പൂർണ്ണതോതിൽ പ്രകാശ സംശ്ലേഷണം നടക്കുന്നതുവരെ ബീജപത്രത്തിലോ ബീജാന്നത്തിലോ കരുതി വെച്ച ആഹാരം വളർന്നു വരുന്ന സസ്യം ഉപയോഗിക്കുകയാണ് ചെയ്യുന്നത്. ഇനി സസ്യങ്ങൾ വിത്തിൽ ആഹാരം സംഭരിച്ചിരിക്കുന്നത് എന്തിനാണെന്ന് ചോദിക്കുന്നുണ്ട്. എന്തിനാണ്? അവർക്ക് ആവശ്യമായിട്ടുള്ള ജലവും ലവണവും ഒക്കെ കിട്ടാൻ വേണ്ടിയാണ്. ഏതെല്ലാം വിത്തുകളാണ് നമ്മൾ ആഹാരമാക്കുന്നത്? നമ്മൾ ഒരുപാട് വിത്തുകൾ ആഹാരമാക്കുന്നുണ്ട്, പക്ഷെ എല്ലാം നമ്മളൊന്നും ആഹാരമാക്കാറുമില്ല. ഇനി വിത്തിൽ നിന്നല്ലാതെയും നമുക്ക് വിത്തിൽ നിന്ന് മാത്രമാണോ പുതിയൊരു ചെടി ഉണ്ടാക്കാൻ കഴിയുന്നത്? അല്ല, നമുക്ക് വിത്തിൽ നിന്ന് മാത്രമല്ല, നമുക്കറിയാം അത് നടീൽ വസ്തുക്കളായിട്ട് അഥവാ ചെറിയ കൊമ്പുകളും ഒക്കെ ഇട്ടാലും നമുക്ക് അതിൽ നിന്നും പുതിയ ഒരു ചെടി ഉണ്ടാക്കാൻ വേണ്ടി സാധിക്കും. എല്ലാ സസ്യങ്ങളുടെയും വിത്തുകളാണോ നടീൽ വസ്തുക്കളായി ഉപയോഗിക്കുന്നത്? അല്ല. ചെമ്പരത്തിയൊക്കെ നമ്മൾ കൊമ്പാണ് കുത്താറ്. നിശാഗന്ധി, കൃഷ്ണകിരീടം, ഇലമുളച്ച് എന്താണ്? ഇലയാണ് നമ്മൾ ഉപയോഗിക്കാറുള്ളത്. കൃഷ്ണകിരീടമൊക്കെ അതിന്റെ പൂവ് നമ്മൾ ഉപയോഗിക്കാറുണ്ട്. ചിത്രത്തിൽ കാണുന്ന സസ്യങ്ങളിൽ ഏതു ഭാഗത്ത് നിന്നാണ് പുതിയ സസ്യങ്ങൾ ഉണ്ടാക്കുന്നത്? ജൈവ വൈവിധ്യ ഉദ്യാനം സന്ദർശിച്ച് വിവരങ്ങൾ ശേഖരിക്കൂ. വിത്തിൽ നിന്നല്ലാതെ ജൈവ വൈവിധ്യ ഉദ്യാനത്തിൽ സസ്യങ്ങൾ വളർത്തി നോക്കി നിഗമനങ്ങൾ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ഇനി വിത്തുകൾ പലയിടങ്ങളിൽ നിന്ന് നമ്മൾ ശേഖരിക്കാറുണ്ട് അല്ലെ. നമ്മൾ നേരത്തെ പറഞ്ഞു വിത്തുകൾ പലയിടങ്ങളിൽ നിന്ന് ശേഖരിക്കാറുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ നമുക്ക് അടുത്ത വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ നമ്മൾ ഇത്രയുമാണ് ഈ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത്. പാർട്ട് 2 നമുക്ക് ഉടൻ തന്നെ അപ്ലോഡ് ചെയ്യാം. കാരണം എക്സാമിന് ഈ പാഠഭാഗവും കൂടെ നിങ്ങൾക്ക് വരുന്നുണ്ട്. അപ്പോൾ ഇതുവരെയുള്ള എല്ലാ ഭാഗങ്ങളും നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.